പക്ഷെ ഇവിടെ സതിയെയും ഇതേപോലെ പരീക്ഷിച്ചിട്ടാണ് സ്വീകരിച്ചത് എന്നാണ്. ഇപ്പൊ പുരാണങ്ങളിൽ പലയിടത്തും ഈ ഒരു പരാമർശം കാണാം. ഇപ്പൊ ദേവി ഭാഗവതത്തിലൊക്കെ ആണെങ്കിലും പറയുന്നുണ്ട്. ശംഖചൂടന്റെയും തുളസിയുടെയും ഒക്കെ ചരിത്രം പറയുമ്പോഴാണ് എപ്പോഴും ഒരു പെൺകുട്ടിയാണെങ്കിലും ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വിവാഹ ജീവിതത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അവിടെ രണ്ടുപേരും പരീക്ഷിച്ചിട്ട് എന്നാണ്. പരീക്ഷിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ തനിക്ക് പതിയായി, തന്റെ ഭർത്താവായി വരാൻ പോകുന്ന യുവാവ്, അല്ലെങ്കിൽ തന്റെ പത്നിയായി തീരാൻ പോകുന്ന യുവതി, അത് തനിക്ക് ഇണങ്ങുന്ന ആളാണ്, തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടേ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാവൂ എന്നിങ്ങനെ പലയിടങ്ങളിലും പുരാണങ്ങളിൽ പരാമർശം കാണാൻ പറ്റും. അതിന് കുറെ അവിടെ വിസ്തരിച്ച് എന്തെല്ലാം കാരണങ്ങളെ കൊണ്ടാണ്, എങ്ങനെയൊക്കെയാണ് പരീക്ഷിക്കേണ്ടത്, എങ്ങനെയുള്ളവരാണ് ദാമ്പത്യത്തിൽ ചേരേണ്ടത് ഒക്കെ വളരെയധികം വിസ്തരിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ദക്ഷപുത്രിയായിട്ടുള്ള സതിക്ക്, ഗൗരിക്ക് എത്രത്തോളം ഉണ്ട് ആ ശിവപത്നിയായി മാറണമെന്ന ആഗ്രഹം, അതിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വേഷപ്രച്ഛന്നനായിട്ട് മുന്നിൽ വന്നത്. ആശ്രമത്തിൽ നിന്ന് പുറത്തു പോകൂ എന്ന് ദേവി പറയുന്ന സമയത്താണ് പെട്ടെന്ന് ആ സുന്ദരേശ്വരനായിട്ട്, സുമനോഹരമദ്ഭുതം, അത്ഭുതകരമായിട്ടുള്ള രൂപത്തെ അവിടെ പ്രകടമാക്കി കൊടുത്തു എന്നാണ്. അപ്പൊ തന്റെ മുന്നിൽ ഇതുവരെ ഈ വേഷപ്രച്ഛന്നനായിട്ട് സാധുവായിട്ട് നിന്ന ആള് ഭഗവാൻ തന്നെയാണ് എന്ന് കണ്ടു. സന്തോഷത്തോടുകൂടി, അല്പം ഭയത്തോടുകൂടി ക്ഷമാപണം ചെയ്തു എന്നാണ്. ക്ഷന്തവ്യോയം മഹാദേവ ദേവദേവ കൃപാനിധേ അപരാധോ മദീയോത്ര രക്ഷ രക്ഷ മഹാപ്രഭോ. ഞാൻ അങ്ങയോട് ആരാണെന്നറിയാതെ തെറ്റായിട്ട് ചില വാക്കുകൾ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ അപരാധം ചെയ്തുവല്ലോ. ഓ പറഞ്ഞു ഭഗവാൻ സതീദേവിയോട്, ഭയപ്പെടേണ്ടതില്ല, ഭവതിയുടെ തപസ്സിൽ ഞാൻ സന്തുഷ്ടനാണ്. അപ്പൊ വീണ്ടും വീണ്ടും അവിടെ ദേവി ക്ഷമായാചനം ചെയ്ത് നമസ്കരിക്കുന്നു. പിന്നീടാണ് ആ ദേവിയുടെ ഒപ്പമുള്ള സഖിമാര് ദക്ഷപ്രജാപതിയെ അറിയിക്കുകയാണ് ഈ വിവരങ്ങളെല്ലാം. അത് കേട്ട് ആ ദക്ഷൻ തന്റെ പുത്രിയെ ശിവന് വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് നിശ്ചയിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. തന്റെ കൊട്ടാരം അലങ്കരിക്കുക, തപസ് ചെയ്യുന്നതായിട്ടുള്ള സതി തപസ് അവസാനിപ്പിച്ച് മടങ്ങി വന്നു. പിന്നീട് അതുവരെ ഉണ്ടായിരുന്ന ആ വേഷവിധാനങ്ങളെല്ലാം മാറ്റി പട്ടുവസ്ത്രങ്ങൾ ധരിച്ചു, ആഭരണങ്ങളെ ധരിച്ചു. കൂടാതെ തന്റെ ബന്ധുജനങ്ങളെയെല്ലാം ക്ഷണിച്ചുകൊണ്ട് വിവാഹത്തിനായിട്ട് ഒരുക്കി. അങ്ങനെ എല്ലാവരും തയ്യാറായി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ആ സതീ ശിവവിവാഹമാണ്. ആദ്യം തന്നെ പറയുന്നത് ഇവിടെ ലക്ഷ്മീം സരസ്വതിം മുഖ്യാദേവീം ദാക്ഷായണിം ശുഭാം പ്രണമ്യപരയാ പ്രീത്യ വിഗീര്യ സുമനോഹരാൻ. ആ സതിയെ അലങ്കരിച്ചുകൊണ്ട് മറ്റു ദേവിമാരാണ്, ലക്ഷ്മി ദേവിയുണ്ട്, സരസ്വതിയുണ്ട്, അവരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ ദക്ഷപുത്രിയെ, ദാക്ഷായണിയെ വേണ്ടതുപോലെ അണിയിച്ചൊരുക്കി. ദേവന്മാരൊക്കെ അവിടെ എത്തിച്ചേർന്നു. കിന്നരന്മാർ, വൈതാളികന്മാർ, അവരൊക്കെ വാദ്യങ്ങളെ മുഴക്കിക്കൊണ്ടും കീർത്തനങ്ങളെ ആലപിച്ചുകൊണ്ടും ഒപ്പം തന്നെ അപ്സരസ്സുകളെല്ലാം നൃത്തം ചെയ്തുകൊണ്ടുമൊക്കെ ആ ശ്രീപരമേശ്വരനെ സ്തുതിക്കുന്നു. ഇവിടെ മറ്റു ദേവന്മാരോടൊപ്പം അവിടേക്ക് വന്ന് പ്രവേശിക്കുന്ന ഭഗവാൻ, ആ ഭഗവാനെ ദക്ഷൻ തന്റെ പത്നിയോടുകൂടിയിട്ട് സ്വീകരിച്ചു. പാദാബ്ജൗ
ക്ഷാളയാമാസ ഭാര്യാദത്തേർ ജലൈർ വിഭോ. സൽക്കർമ്മങ്ങളിൽ ഏത് ചെയ്യുമ്പോഴും നമ്മളുടെ സമ്പ്രദായത്തിൽ പത്നീ സമേതനായിക്കൊണ്ട് വേണം എന്നാണ് പറയുക. പലപ്പോഴും നമുക്കിടയിൽ, കേരളീയർക്കിടയിൽ ആ ആചാരം പൊതുവെ കണ്ടുവരാറില്ല. പക്ഷേ മറ്റിടങ്ങളിൽ പോയാൽ ഇപ്പോഴും കാണാം. ഗൃഹസ്ഥനാണ് എങ്കിൽ ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും, അതിഥിയെ സ്വീകരിക്കുമ്പോഴാണെങ്കിലും, ദേവപൂജകൾ ചെയ്യുമ്പോഴാണെങ്കിലും, ദാനം കൊടുക്കുമ്പോഴാണെങ്കിലും ഭാര്യാസമേതനായിട്ട് പത്നിയോട് കൂടിയിട്ട് വേണം എന്നാണ് ഏതൊരു സൽക്കർമ്മത്തെയും ചെയ്യേണ്ടത് എന്നാണ്. അപ്പൊ ഇവിടെ ദക്ഷൻ തന്റെ പത്നീ സമേതനായിട്ട് നിന്നുകൊണ്ട് ശ്രീപരമേശ്വരനെ സ്വീകരിച്ചു. കാല് കഴുകി കൂട്ടിക്കൊണ്ടുവന്നു. പുഷ്പ അർച്ചനയൊക്കെ ചെയ്തു. പിന്നീട് ആ വിവാഹത്തിൻ്റെതായ മറ്റ് ചടങ്ങുകളൊക്കെ ചെയ്യുകയാണ്. അഗ്നി ജ്വലിപ്പിക്കുക, സമസ്ത ജഗതാം കർത്ത വിധാത ഹവ്യവാഹനം ഹവിഭിർ ഛന്ദയാമാസ മഹതാവിഭവേനസ. അഗ്നി ജ്വലിപ്പിക്കുക. ഇപ്പൊ വിവാഹം പലതരത്തിലുണ്ട് എന്ന് നമുക്ക് പുരാണങ്ങളിൽ നിന്ന് കാണാം. ബ്രാഹ്മം, അതുപോലെ രാക്ഷസം, പ്രാജാപത്യം, പല രീതിയിലാണ് വിവാഹങ്ങളെ പരാമർശിക്കുക. അപ്പൊ അതിൽ ഈ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടുള്ള വിവാഹം അതൊരു രീതിയാണ്, ഒരു സമ്പ്രദായമാണ്. ഇനി ഹോമകുണ്ഡത്തിൽ അഗ്നി ഇല്ലെങ്കിൽ വിളക്ക് കൊളുത്തി വെച്ചിട്ടുള്ള ദീപം എപ്പോഴും അവിടെ സാക്ഷിത്വേന ഉണ്ടാവണം എന്നാണ്. ഒരു വിളക്ക്, സാക്ഷിയായിട്ടൊരു വിളക്ക് ഉണ്ടാവുക. അപ്പൊ അഗ്നിയാണ് അവിടെ നമ്മൾ സാക്ഷിയായിട്ട് കരുതുന്നത് എന്നാണ്. അപ്പൊ അതിലെ ഹോമകുണ്ഡത്തിലെ അഗ്നിയിലെ ദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് വിവാഹത്തിൻ്റെതായ ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഭഗവാൻ മഹാദേവൻ അന്തർധാനം ചെയ്തു എന്നാണ്. തദൈവ പരമേശോയം ക്ഷണാത് അന്തർദധി. പെട്ടെന്ന് അന്തർധാനം ചെയ്തു. അത് കണ്ടപ്പോൾ ദേവിക്ക് വല്ലാതെ സങ്കടമായി എന്നാണ്. വിനിന്ദ്യ പത്മമുഖ്യാഭി ദേവപത്നീഭിരാവൃത. പെട്ടെന്ന് തന്നെ നിന്ദിച്ചു എന്നാണ്. കാരണം താൻ തപസ് ചെയ്യവേ തന്റെ ആശ്രമത്തിൽ വന്നതായ ആ ഭഗവാനെ അവിടെ വെച്ച് താൻ അധിക്ഷേപിക്കുകയാണ് ഉണ്ടായത്. പുറത്തിറങ്ങിപ്പോവാനായിട്ട് കൽപ്പിക്കുകയാണുണ്ടായത്. അതുകൊണ്ടായിരിക്കുമോ ഈ വിവാഹവേദിയിൽ വെച്ച് വിവാഹത്തിന് തൊട്ടു മുൻപ് അവിടുന്ന് അന്തർധാനം ചെയ്തത്? അങ്ങനെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് സബാഷ്പനയനാമാതു പ്രവിശ്യഗൃഹമാന്തരം നിരോധ ബഹുവാരം സാ ദുഃഖേന മഹദാന്വിത. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അമ്മയുടെ അടുത്ത് പോയിരുന്ന് അപ്പോഴേക്കും മറ്റ് ദേവിമാരൊക്കെ വന്നു ആശ്വസിപ്പിക്കാൻ തുടങ്ങി. എല്ലാവരും ചേർന്നു ഉപദേശിച്ചു, പറഞ്ഞു സതിയോട്. തദദ്യ തപസാഭൂയ പ്രസാദ്യ പരമേശ്വരം. ഒരു കാര്യം ചെയ്യൂ, വീണ്ടും ആ ഭഗവാനെ പ്രസാദിപ്പിക്കുക, അദ്ദേഹത്തിനെ ഭജിക്കൂ. അങ്ങനെ എല്ലാവരുടെയും പ്രേരണയെ കേട്ടിട്ടാണ് ആ ദേവി വീണ്ടും ശിവഭജനം ചെയ്യാൻ ആരംഭിച്ചു. അപ്പൊ അത് കണ്ടപ്പോഴാണ് ദക്ഷന് വല്ലാത്ത ഒരു സങ്കടമായി എന്നാണ്. തന്റെ പുത്രി വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. ദേവന്മാര്, അവിടെ കൂടിയ ബന്ധുജനങ്ങൾക്കൊക്കെ വല്ലാത്ത വിഷമമായി. അപ്പൊ ദക്ഷന് സങ്കടം ഉണ്ടാവുന്നു, അതേപോലെ തന്നെ കോപവും വന്നു എന്നാണ്. അത് ആർക്കാണെങ്കിലും ഇപ്പൊ തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാനായി നിശ്ചയിച്ച് മണ്ഡപത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരണ സമയത്ത് പെട്ടെന്ന് പറയാണ് വരൻ എത്തിയിട്ടില്ല, അയാള് വേറെ എവിടേക്കോ പോയി, അല്ലെങ്കിൽ മറ്റാരെയോ വിവാഹം കഴിച്ചു എന്നൊക്കെയുള്ള വർത്തമാനം കേട്ടാൽ ഏതൊരച്ഛനും ദേഷ്യം വരും. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ഒരു മംഗളകരമായി തീരേണ്ട ഒന്നിനെ അമംഗളമാക്കി തീർത്തുവല്ലോ ശിവൻ എന്നാണ്. എന്നിട്ടാണ് ദുർവചനങ്ങളോടുകൂടി എന്നാണ്. ദൃഷ്ടകോവാ മൈസുര ദോഷോപതശങ്കര അജ്ഞാത പിതൃഗോ നിത്യം ശ്മശാന നിലയോപി അശുചി
കോവൈനം പ്രാർത്ഥയാമാസ സ്വയമേവ പിനാകധൃക്.